സാർ കഴിഞ്ഞ എപ്പിസോഡിൽ ഈ ഇന്തോനേഷ്യയിലെ മങ്കി ടെമ്പിളിൽ പോയ നിരീശ്വരവാദികൾ അവിടെ ആ ക്ഷേത്രത്തിൽ കാണിച്ച അനാദരവിനോട് എങ്ങനെ അവിടുത്തെ ഇന്തോനേഷ്യയിലെ ഹിന്ദുക്കൾ എങ്ങനെ പെരുമാറി എന്ന് സാർ പറഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു രാജ്യത്ത് മുസ്ലിം പള്ളിയിൽ പോയി അവിടെ കള്ളം പറയുകയും അനാദരവ് കാണിക്കുന്നവനെയും എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തതെന്ന് സാർ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴേ ഈ ഹിന്ദുക്കളുടെ ഒരു ക്ഷമയും സഹനശക്തിയും അതുപോലെ തന്നെ അടിസ്ഥാനപരമായി അവരിലുള്ളൊരു മതേതര ബോധത്തെയും പലപ്പോഴും നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾ വല്ലാതെ ചൂഷണം ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ കേരളത്തിൽ മാത്രമേ ഈ പ്രശ്നമുള്ളൂ. ഇപ്പോൾ സാറും ബംഗാളിൽ പോയിട്ടുണ്ട്, ഞാനും ബംഗാളിൽ പോയിട്ടുണ്ട്. ബംഗാളിലെ കമ്മ്യൂണിസ്റ്റുകാർ പലരും കാളി ക്ഷേത്രത്തിൻ്റെ പൂജയ്ക്ക് പോകുന്ന ആളുകളാണ്. എനിക്കത് നേരിട്ടറിയാവുന്ന ആളാണ്. ചില കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുമായിട്ട് പരിചയപ്പെടാനും ഒക്കെ ഇടവന്നിട്ടുണ്ട്. അവരൊക്കെ കാളിക്ഷേത്രത്തിൽ പോകുന്നവർ. കാരണം അതിനൊരു തടസ്സം ഞാൻ അവിടെ കണ്ടിട്ടില്ല. രസകരമായ സംഭവം ജോഷി സാറും വായിച്ചാണ് ഞാൻ ഓർക്കുന്നത്. സുഭാഷ് ചക്രവർത്തി എന്നാണ് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേരൊരു മന്ത്രി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ജ്യോതി ബസുവിൻ്റെ ക്യാബിനറ്റിൽ. അപ്പോൾ അദ്ദേഹം ഒരു ക്ഷേത്രത്തിൽ പോയി പൂജ നടത്തി. അദ്ദേഹം ബ്രാഹ്മണനാണ്. ക്ഷേത്രത്തിനകത്ത് കയറി അദ്ദേഹം പൂജ നടത്തി. തിരിച്ചു വന്നപ്പോൾ പത്രക്കാർ ചോദിച്ചു, നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനല്ലേ, നിങ്ങൾ എങ്ങനെയാണ് അവിടെ പോയി പൂജ നടത്തിയത്, ശരിയായോ എന്ന് ചോദിച്ചപ്പോൾ അന്ന് സുഭാഷ് ചക്രവർത്തി പറഞ്ഞതായിട്ട് എൻ്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ പറയുന്ന കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ആദ്യം ഒരു ബ്രാഹ്മണനും പിന്നെ ഒരു ഹിന്ദുവും മൂന്നാമതൊരു കമ്മ്യൂണിസ്റ്റുകാരനുമാണ്. ഞാൻ അടിസ്ഥാനപരമായി ഒരു ഹിന്ദുവാണ്, ഞാൻ ഈശ്വരവിശ്വാസിയാണ്, അവിടെ പോയി പൂജ നടത്തിയുള്ള തെറ്റെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഇത് വലിയ വിവാദമായിട്ട് പത്രക്കാർ പൊക്കിയെടുത്തു. അപ്പോൾ ജ്യോതി ബസുവിനോട് ചോദിച്ചു, ഇത് ഇങ്ങനെ സുഭാഷ് ചക്രവർത്തി പറഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോൾ ജ്യോതി ബസു സരസമായിട്ട് പറഞ്ഞു, സുഭാഷ് ചക്രവർത്തി പല തമാശ പറയല്ലേ, തമാശക്കാരനല്ലേ എന്ന് പറഞ്ഞ് ഇഗ്നോർ ചെയ്തു. അപ്പോൾ അവിടെ പൂജകൾ കാളിഘട്ടിൽ നടക്കുന്ന പൂജകൾ നടക്കുന്ന ഓരോ നമുക്കറിയാമല്ലോ നാൽക്കവലകളുണ്ട്, അവിടെ പോലും നടക്കുന്നുണ്ട്. അതൊക്കെ അത് ആ കൾച്ചറുമായിട്ട് ചേർന്ന് പോകുന്നുണ്ട്. കേരളത്തിലെ വിപ്ലവം തലയ്ക്ക് പിടിച്ചവർക്കാണ് ഈ വലിയ പ്രശ്നം വരുന്നത്. അപ്പോൾ ഞാൻ കേരളത്തിലെ 2-3 മന്ത്രിമാരുടെ പേര് പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അടുത്ത സമയത്ത് നമ്മുടെ പ്രസിഡൻറ്റിനോടൊപ്പം ദ്രൗപദി മുർമുവിനോടൊപ്പം ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി ശ്രീവാസവനും അവിടെ പോവുകയുണ്ടായി. അവർ വളരെ വിശ്വാസത്തോടുകൂടി ഇന്ത്യൻ പ്രസിഡൻറ്റ് ആദരവോടെ അവിടെ തൊഴിൽ നിൽക്കുകയാണ്. ഇദ്ദേഹം അവിടെ ഇങ്ങനെ ഏതോ ഒരു കാഴ്ച കാണാൻ എക്സിബിഷൻ ഹാളിൽ ചെന്നില്ലെന്ന പോലെ അവിടെ നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസൻസ് അവിടെ ആവശ്യമില്ല. കാരണം ശബരിമല ദേവസ്വം ക്ഷേത്രവുമായി കേരളത്തിലെ ദേവസ്വം മന്ത്രിക്ക് ഒരു ബന്ധവുമില്ല. ട്രാവൻകൂർ ദേവസ്വം ബോർഡ് ഒരു ഓട്ടോണമസ് ബോർഡാണ്. ഇവരുടെ സിൽബന്ധികളെ അവിടെ പ്രസിഡൻറ്റോ സെക്രട്ടറിയോ അല്ലെങ്കിൽ മെമ്പറോ ആയിട്ട് വെച്ചിരിക്കുന്നുള്ളതല്ല എന്ത് കാര്യം. എന്തിനാണ് അദ്ദേഹം അവിടെ പോയത്? തൊഴാൻ താല്പര്യമില്ല, അദ്ദേഹം താണെന്നപ്പോരെ പ്രസിഡൻറ്റിനെ സ്വീകരിക്കണമെങ്കിൽ പ്രസിഡൻറ്റിനെ സ്വീകരിക്കാൻ അദ്ദേഹം ട്രാവൻകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് പോയാൽ മതി. മന്ത്രിയുടെ പ്രസൻസ് അവിടെ ആവശ്യമില്ല. അപ്പം സാന്നിധ്യം ആവശ്യമില്ലാത്തിടത്ത് കടന്നു ചെന്ന് അവിടെ നിലനിൽക്കുന്ന ആചാരങ്ങളോട് അനാദരവ് കാണിക്കുന്നത് ഒരു പ്രാകൃത മനോഭാവം, സംസ്കാരമുള്ള ചെയ്യുന്ന കാര്യമല്ല അത്. പിന്നെ പോയത് സാർ മുമ്പ് സൂചിപ്പിച്ച പോലെ രാധാകൃഷ്ണൻ അവിടെ പോയതായിട്ട് എനിക്കറിയാം. അദ്ദേഹമാണ് ഈ തീർത്ഥം കളഞ്ഞു പോയവന്. വേറെ കടകംപള്ളി സുരേന്ദ്രൻ അവിടെയും പോയിട്ടുണ്ട്, ഗുരുവായൂരും പോയിട്ടുണ്ട്. പക്ഷേ ഗുരുവായൂർ ചെന്ന് അവിടെ തൊഴുതു. അത്രയും മര്യാദ കടകംപള്ളി കാണിച്ചു. ഗുരുവായൂർ അമ്പലത്തിൽ പോയി തൊഴുതു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ കളയട്ടെ, എങ്കിൽ പോലും അവിടെ പോയി അദ്ദേഹം തൊഴുതു. സുധാകരന് ശബരിമല ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട്, ഗുരുവായൂരും പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത്തരം ക്ഷേത്രങ്ങളിൽ ഈ കമ്മ്യൂണിസ്റ്റുകാർ പോകുന്നതിൽ കാര്യം എന്താ, നിരീശ്വരവാദികൾക്ക് എന്താ അവിടെ കാര്യം? അവിടെ പോകണ്ടല്ലോ, വേറെ എന്തെങ്കിലും ചെയ്യാം. ശബരിമല ചെന്നാൽ ശബരിമല ക്ഷേത്രത്തിന് താഴെ ഇഷ്ടംപോലെ ഓഫീസുകളുണ്ട്, AC റൂമുകളുണ്ട്, അവിടെ ഇരിക്കുക, മേൽനോട്ടം നടത്തണമെങ്കിൽ മേൽനോട്ടം നടത്തുക, തിരിച്ചു പോവുക. ക്ഷേത്രത്തിൽ കയറി വിശ്വാസികളുടെ സങ്കല്പത്തെ മലിനമാക്കാതിരിക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ആ ശബരിമല പോയി അവിടെ നിന്നു, തൊഴുതില്ല എന്നുള്ളൊരു വാസ്തവമാണ്. പക്ഷേ ഞാൻ വളരെ ആദരവോടുകൂടി തന്നെയാണ് ആ ശ്രീകോവിലിൻ്റെ മുന്നിൽ നിന്നത്. എല്ലാ ആദരവോടും കൂടി തന്നെയാണ് ശ്രീകോവിലിന് മുന്നിൽ നിന്നത്. എന്നിട്ട് അവസാനം അദ്ദേഹം പറഞ്ഞത്, രവീന്ദ്രനാഥ ടാഗോർ ഗീതാഞ്ജലിയിൽ പറയുന്ന ഈശ്വരനിൽ വിശ്വസിക്കുന്ന ആളാണ് താൻ എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാനുമായിട്ട് നടത്തിയൊരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞാണ്. അപ്പോൾ ഞാനിത് പറഞ്ഞു വന്നത് 3 കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ കുറിച്ചാണ് പറഞ്ഞത്. അതിന് മറുപടി പറയാം. ഒന്നാമത് രവീന്ദ്രനാഥ ടാഗോർ ബ്രഹ്മസമാജക്കാരനായിരുന്നു. ബ്രഹ്മസമാജക്കാരന് അദ്വൈതിയാണ്, വിഗ്രഹാരാധനയിൽ വിശ്വാസമില്ലാത്ത ആളാണ്. അതുകൊണ്ട് ഞാൻ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഒരു പിൻഗാമിയാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല.
കേരളത്തിലെ ഹിന്ദുമതം എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ അതിനകത്ത് വിഗ്രഹാരാധനയുണ്ട്. വിഗ്രഹാരാധനയിൽ വിശ്വാസമില്ലാത്തവരും ഹിന്ദുക്കളുടെ ഇടയിലുണ്ട്. പക്ഷെ ദേവസ്വം മന്ത്രി കാണിക്കേണ്ട ഒരു മിനിമം മര്യാദ സുധാകരൻ കാണിച്ചില്ല എന്ന് തന്നെ ഞാൻ പറയും. പക്ഷേ മറ്റു പല കാര്യങ്ങളിലും സുധാകരൻ നല്ല നടപടികൾ സ്വീകരിച്ച ഒരാളുമാണ്. അദ്ദേഹം ദേവസ്വം മന്ത്രിയായിരുന്ന കാലത്ത് ചെയ്ത ഒരു പരിഷ്കാരത്തെപ്പറ്റി ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഈ അമ്പലത്തിൽ ക്ലാർക്ക്, അതുപോലെ ക്ലാർക്കിനെ സഹായിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്, വഴിപാടുകളൊക്കെ രസീത് എഴുതാനായിട്ട് നിയോഗിക്കപ്പെട്ട ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ സ്വർണ്ണമാല കഴുത്തിൽ ധരിക്കരുത് എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹത്തിന് കാരണമായിട്ട് പറഞ്ഞത്, ഭാവിയിൽ ഇവർ ശ്രീകോവിലിൽ നിന്ന് സ്വർണ്ണമാലയോ അല്ലെങ്കിൽ ഭക്തന്മാരാരെങ്കിലും അവിടെ കാണിക്കയായിട്ട് സമർപ്പിക്കുന്ന മാലയോ ആണ് ഈ കഴുത്തിലിട്ടിരിക്കുന്നതെന്നുള്ള ആരോപണം ഒഴിവാക്കാൻ ആണെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്, ഭാവിച്ചത്. വാസ്തവത്തിൽ അതൊന്നും അല്ല. ഈ പല ദേവസ്വം ജീവനക്കാരും അവർ സ്വർണ്ണമാലയും ഈ കസവ് നേരിയതുമൊക്കെ ആയിട്ട് ആണ് ഈ രസീത് എഴുതാനായിട്ട് ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പാവം പിടിച്ച ഭക്തന് അവൻ 100 കൂട്ടം വ്യാധികളുമായിട്ടാണ് വരുന്നത്. മകളുടെ കല്യാണം നടക്കുന്നില്ല, അല്ലെങ്കിൽ ഭാര്യയുടെ മാറാത്ത രോഗം, ഇതിനൊക്കെ പ്രാർത്ഥിക്കാനായിട്ടും പരിഹാരമായിട്ടുമാണ് വഴിപാട് കഴിക്കുന്നത്. അങ്ങനെ കഴിക്കുന്ന ആളുകളുടെ മുമ്പിൽ ഈ ജലപ്രഭുവിനെ പോലെ, ഞാൻ ആ വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്, കസവ് നേരിയതും കഴുത്തിൽ സ്വർണ്ണമാലയും ഒക്കെ ആയിട്ട് ഇരിക്കുന്നത് ഏറ്റവും ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ആചാരങ്ങളോടുള്ള അവഹേളനമാണ്. ഒരിക്കലും അത് അനുവദിക്കാൻ പാടില്ല. അതിനുള്ള ഒരു എളിയ ശ്രമം, അല്ല, ഒരു ധീരമായ ശ്രമം മന്ത്രി സുധാകരൻ നടത്തി. പക്ഷേ അദ്ദേഹം ഓർഡർ ഇട്ടു. ആ ഓർഡർ അദ്ദേഹം വൈകാതെ ദേവസ്വം മന്ത്രിയുടെ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം മാറി. പകരം വന്നത് രാമചന്ദ്രൻ കടന്നപ്പള്ളിയായിരുന്നു. അദ്ദേഹത്തിന് ഒരു തീരുമാനം എടുക്കുവാനുള്ള ആത്മബലം ഉള്ളതായിട്ട് ഇതുവരെ നമ്മളാരും കണ്ടിട്ടില്ല. അദ്ദേഹം വളരെ ഹൃദ്യമായി പെരുമാറുന്ന ആളാണ്, സ്നേഹത്തോടെയാണ് അദ്ദേഹം എന്നും എന്നോടും പെരുമാറിയിട്ടുള്ളത്. പക്ഷെ ഒരു ധീരമായ നടപടിയും മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം എടുത്ത് ഞാനിതുവരെ കണ്ടിട്ടില്ല. അദ്ദേഹം ദേവസ്വം മന്ത്രിയായിട്ട് ശിഷ്ടകാലം കഴിയുകയും ഉണ്ടായി. അപ്പോൾ ഈ അക്കാര്യത്തിൽ ഞാൻ സുധാകരനെ അഭിനന്ദിക്കുന്നു. പക്ഷേ സുധാകരൻ ചെയ്തത്, സുധാകരനോടെ പോകരുത് തന്നെ. ഈ എൻ്റെ മനസ്സിനകത്ത് ആദരവുണ്ടെന്നാണല്ലോ പറഞ്ഞത്. ഒരു ഇന്ത്യക്കാരൻ അവൻ്റെ മനസ്സിലുള്ള ആദരവാണ് കൂപ്പുകയോടുകൂടി പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ അയാൾ കൂപ്പുകയില്ലാണ്ട് ഇങ്ങനെ കയ്യും കെട്ടി നിൽക്കുകയാണെങ്കിൽ അയാളുടെ മനസ്സിൽ ആദരവുണ്ടെന്നും, ഞാൻ ടാഗോറിൻ്റെ വിശ്വാസമാണ് എനിക്കുണ്ടെന്ന് പറഞ്ഞത്. അദ്ദേഹം ടാഗോറും ഗീതാഞ്ജലിയൊക്കെ വായിച്ചിട്ടുള്ള ആളാണ്, ഞാൻ സമ്മതിക്കുന്നു, വായിക്കാത്ത ആളൊന്നുമല്ല. പക്ഷേ അദ്ദേഹത്തോട് ഞാൻ തിരിച്ച് ഓർമ്മിപ്പിക്കുന്നു, ടാഗോർ ബ്രഹ്മസമാജക്കാരനായിരുന്നു. ശ്രീ സുധാകരൻ അങ്ങനെയാണെങ്കിൽ തൻ്റെ ഇടത്തോടുകൂടി പ്രഖ്യാപിക്കണം, ഞാനും ഒരു ബ്രഹ്മസമാജക്കാരനാണ് എന്ന്. മാത്രമല്ല, ദേവസ്വം മന്ത്രിയായിട്ടുള്ള ചുമതല അദ്ദേഹം ഒരിക്കലും ഏൽക്കാനും പാടില്ലായിരുന്നു. സാർ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഈ സ്വർണ്ണമാല കഴുത്തിലിട്ടിരിക്കുന്ന, കസവ് നേരിന്ന് പുതച്ചിരിക്കുന്ന പ്രധാന പ്രതിഷ്ഠ, അമ്പലത്തിലെ പ്രധാന പ്രതിഷ്ഠ സബ് ഗ്രൂപ്പ് ഓഫീസറാണ്. പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമല്ലോ. അപ്പോൾ സർവാഭരണ വിഭൂഷണനായിട്ടിരിക്കുന്ന ആളുകളാണ് പലരും ഈ അവിടെ ഇരിക്കുന്നത്. അതിപ്പോൾ വീണ്ടും തിരിച്ചു വന്നു, അതിട്ടോട്ടെ, അതവരുടെ വ്യക്തിപര സ്വാതന്ത്ര്യം. ഇനി ഒരു കാര്യമേ ഉള്ളൂ, ഇനിയും ഈ സ്വർണ്ണമാലയുടെ അറ്റത്ത് പുലിനഖ മോതിരം ഇട്ടുകൊണ്ട് ഇനി എന്നാ ഇവർ വരുന്നതെന്ന് അറിയത്തില്ല. അധികം താമസിയാതെ, ഇങ്ങനെയൊക്കെ പോയാൽ അധികം താമസിയാതെ അതുമൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. സാറേ, മലബാർ ദേവസ്വത്തിലെ വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രത്തിൽ അവിടുന്ന് 20 പവൻ്റെ ആഭരണം, തിരുവാഭരണം, അത് മോഷ്ടിച്ചുകൊണ്ടിരുത്തും പോയി. അവനവിടുത്തെ ദേവസ്വം സബ് ഗ്രൂപ്പ് ഓഫീസറായിരുന്നു. അതുകൊണ്ടുപോയി ഒരുക്കി ഭാര്യയ്ക്ക് ആഭരണം തീർത്തു.
ഇതാണ് നമ്മുടെ ഈ ഏതായിരുന്നു അമ്പലം? ഏതായിരുന്നു? വേട്ടയ്ക്കൊരു മകൻ. വേട്ടയ്ക്കൊരുമൻ ഏത് സ്ഥലം പറയാനാണ്? വേട്ടയ്ക്കൊരു മകൻ ഏതോ ഞാൻ പോയിട്ടുള്ള അമ്പലമായിരിക്കും. കോട്ടയ്ക്കകത്തൊരു ക്ഷേത്രം അങ്ങനെ കണ്ട ഞാൻ. മഞ്ചേരിക്ക് അടുത്തുള്ള അമ്പലമാണോ? അതെനിക്ക് ആ ക്ഷേത്രത്തിന്റെ പേര് ഞാൻ പറഞ്ഞു. ബാലുശ്ശേരിയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട വേട്ടയ്ക്കൊരുമൻ ക്ഷേത്രം. ബാലുശ്ശേരിയാണെന്ന് പിന്നെ തോന്നുന്നു. നിലമ്പൂർ വേട്ടയ്ക്കൊരുമൻ്റെ അമ്പലമുണ്ട്, വളരെ പ്രശസ്തമായ അമ്പലമാണ്. മഞ്ചേരിയിൽ അതുപോലെ വേട്ടയ്ക്കൊരുമൻ്റെ പ്രശസ്തമായ അമ്പലമുണ്ട്. ഞാൻ വേട്ടയ്ക്കൊരുമൻ എന്ന് പറഞ്ഞപ്പോഴാണ് കറക്റ്റ് ടെമ്പിളിന്റെ പേര് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഇപ്പോൾ സാറ് പറയുമ്പോഴേ അതെനിക്ക് റിക്കളക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഇതിനകത്ത് ഒരു അതിശയോക്തിയില്ല. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ VKൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടോ ഈ അഭിമുഖത്തിൽ? എന്നാൽ പിന്നെ ഞാനത് ആവർത്തിക്കുന്നില്ല. ഇതുപോലെ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പല ക്ഷേത്രങ്ങളിലും അവിടെ ഹിന്ദു റിലീജിയസ് എൻഡോമെൻറ്റ് കമ്മീഷണറേറ്റിൻ്റെ കീഴിലായിരുന്നു ഒരു കാലത്ത് മലബാറിലെ ദേവസ്വം ബോർഡുകൾ. അപ്പോൾ ആ സമയത്തൊക്കെ അവിടെ തികഞ്ഞ അരാജകാവസ്ഥയായിരുന്നു, തികഞ്ഞ അരാജകത്വമായിരുന്നു. ഇപ്പോൾ ദേവസ്വം ബോർഡ് വന്നു, മലബാർ ദേവസ്വം ബോർഡ് വന്നു. ഈ മലബാർ ദേവസ്വം ബോർഡ് വന്നപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ വിവിധ ഘടക കക്ഷികൾക്കൊക്കെ തന്നെ അവിടെ പ്രാതിനിധ്യം ഉണ്ട്. ഈ പ്രാതിനിധ്യം ഉണ്ടെങ്കിലും ചിലപ്പോൾ ചില ഘടകകക്ഷിയുടെ ഒരു നോമിനിയെ സമർപ്പിക്കുന്നതിന് പകരം അവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം വാങ്ങിച്ചുകൊണ്ട് ഒരു പാർട്ടിയിലും പെടാത്ത ആളുകളെ, സമ്പന്നനായിട്ടുള്ള ഒരാളിനെ അവരുടെ നോമിനിയായിട്ട് സ്പോൺസർ ചെയ്യും. ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ അങ്ങനെ ഒരാളിനെ ഒരു ഘടകകക്ഷി, ആൾക്ക് അദ്ദേഹത്തിന് രാഷ്ട്രീയമില്ല, പക്ഷേ ഞാൻ പേര് പറയുന്നില്ല, ഇപ്പോൾ മെമ്പറായിട്ടുണ്ട്. അദ്ദേഹത്തിനെ വേറൊരു ഘടകകക്ഷി അവരുടെ നോമിനിയായിട്ട് വെച്ചതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ആ ആൾ ഈശ്വരവിശ്വാസിയാണ്, ഇപ്പോൾ ഇങ്ങനെ വന്നിരിക്കുന്നയാൾ. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത്തരം സമ്പ്രദായങ്ങൾ എല്ലാം അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. സാറേ തീർച്ചയായിട്ടും സാർ ഇത് പറഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സിലൊരു ഓർമ്മ വരുന്നത്. സാറേ ഈ ദേവസ്വം മെമ്പറുടെ വേക്കൻസിയിലേക്ക് ലേലം ചെയ്ത് കൊടുക്കുന്ന പോസ്റ്റാണ് പലതും. പല ഘടകകക്ഷികളും, ആളുള്ള ഘടകകക്ഷികൾ പോലും പണം വാങ്ങി നേതാവ് ലേലം ചെയ്ത് കൊടുക്കുന്നൊരു പോസ്റ്റാണ് ഈ ദേവസ്വം മെമ്പർ എന്നുള്ള പോസ്റ്റ്. ചിലയിടത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനവും അവർ ലേലം ചെയ്ത് വിൽക്കുന്നുണ്ട്. അപ്പോൾ ലേലത്തിലെ അവിടുത്തെ നാളികേരവും അല്ലെങ്കിൽ പിന്നെ മറ്റേ കാര്യങ്ങൾ മാത്രമല്ല ലേലം ചെയ്യുന്നത്, ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനവും പിന്നെ മെമ്പർ സ്ഥാനവും ലേലം ചെയ്യുന്ന ആളുകളുണ്ട്. ഇതൊക്കെ കേരളത്തിലെ പബ്ലിക് അറിയണം. ഇതിനെ ഒരു നിമിത്തമായി ശബരിമല വന്നതുകൊണ്ടാണ് ഞാൻ സാറിൻ്റെ ഇത് പറഞ്ഞത്. പക്ഷേ പൊതുവേ ശബരിമല ക്ഷേത്രത്തിൽ എന്നെ ആകർഷിച്ച ഒരു കാര്യം ഈ 18ാം പടിയിൽ നിൽക്കുന്ന പോലീസുകാർ ചെയ്യുന്ന സേവനമാണ്. അത് വലിയ ശരിയാണ്. കാരണം അവരെ ചെയ്യുന്നൊരു സേവനം ശരിക്കും പറഞ്ഞാൽ അവർക്കാണ് യഥാർത്ഥത്തിൽ ഏറ്റവും അധികം ഈശ്വരൻ്റെ അനുഗ്രഹം കിട്ടുന്നത്. കാരണം ഈ വരുന്ന ആളുകളെ എത്ര ബുദ്ധിമുട്ടിയാണ്, അതോ ഭയങ്കര തിരക്കുള്ള സമയത്ത് അവർ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ വളരെ വാത്സല്യത്തോടെ എടുത്ത് കയറ്റിവിടുന്നത്. മുകളിലൊരു സീനിയർ ഓഫീസർ അവിടെ ഉണ്ടാകും. അപ്പോൾ അദ്ദേഹം ഇത് കൃത്യമായിട്ട് ഇത് സൂപ്പർവൈസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നു. എനിക്ക് അവിടുത്തെ പോലീസുകാരുടെ മനോഭാവത്തെ പറ്റി നന്നായി അറിയാം. എൻ്റെ സഹപാഠിയായ IPS ഓഫീസർ ശാന്താറാം വളരെ വർഷം അവിടുത്തെ പോലീസ് ഫോഴ്സിൻ്റെ ചുമതല വഹിച്ചുകൊണ്ട് ശബരിമല ഡ്യൂട്ടി ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം ഞാൻ ശാന്താറാമിനോട് ചോദിച്ചു, എത്രയോ തവണ ശാന്താറാം എല്ലാ സീസണിലും പോകും. അപ്പം ഞാൻ ശാന്താറാമിനോട് ചോദിച്ചു, ഇപ്പോൾ റിട്ടയർ ചെയ്തു അദ്ദേഹം. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ഇങ്ങനെ വീണ്ടും വീണ്ടും ശബരിമലയിൽ ഈ ഡ്യൂട്ടി എടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ശാന്താറാം എന്നോട് പറഞ്ഞ മറുപടി എന്താണെന്ന് പറഞ്ഞാൽ, എന്നെ സംബന്ധിച്ച് ഒരു മെൻ്റൽ പ്യൂരിഫിക്കേഷൻ്റെ സന്ദർഭമാണത്. മനുഷ്യനല്ലേ, മനുഷ്യസഹജമായ കൊച്ചു കൊച്ചു ദൗർബല്യങ്ങളോ പോരായ്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ആ വർഷം ഇനി പിന്നെ ശേഷിഷ്ടകാലം എന്ന് പറയുന്നത് മാറി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഡിപ്പാർട്ട്മെൻറ്റിനോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് അവിടെ ഈ സ്പെഷ്യൽ ഓഫീസറായിട്ട് വരുന്നത് എന്ന് പറയുകയുണ്ടായി. ഈ ശാന്താറാം പറഞ്ഞ അതേ അഭിപ്രായമായിരിക്കും ഇവിടുത്തെ ഓരോ പോലീസുകാരനും പറയുന്നത്. അതെ സാർ, നല്ല പോലീസ് ഓഫീസർമാർ ശബരിമല 18ാം പടിയിൽ സെർവ് ചെയ്യുന്നുണ്ട്. ഒരു കാര്യം കൂടി പറയാം, ശബരിമലയിലെ ഇത് അടിയന്തരമായിട്ട് അവസാനിപ്പിക്കേണ്ട ഒരു കാര്യം, അവിടുത്തെ ഉണ്ണിയപ്പവും അരവണയും കമേഴ്ഷ്യലൈസ് ചെയ്യപ്പെട്ട, അതായത് വ്യാപാരവൽക്കരിക്കപ്പെട്ട, അതിനവിടുത്തെ ആരും അറിയുന്നില്ല. ഈ പറയുന്ന ദേവന് നിവേദിച്ച കാര്യമല്ല ഈ പറയുന്ന അരവണ എന്ന് പറയുന്നത്, ദേവന് നിവേദിച്ചതല്ല, ഒരു ഫാക്ടറിയിൽ എന്നവണ്ണം ഉണ്ടാക്കുകയാണ്. ഇത്രയും വൃത്തികെട്ട ഉണ്ണിയപ്പം ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. എന്നുവെച്ചാൽ കടിച്ചാൽ ഒരു ചുറ്റിക കൊണ്ട് 2-4 കഷ്ണമായിട്ട് തല്ലി പൊട്ടിച്ചിട്ട് മാത്രമേ അത് കഴിക്കാനൊക്കെ ഉള്ളൂ. അതുപോലെ തന്നെയാണ് കുറച്ച് ശർക്കരയും കുറച്ച് വേവാത്ത
നെല്ലരിയുമാണ് അരവണ പായസത്തിൻ്റെയും പ്രത്യേകത. അതുപോലും ഒന്ന് നേരെയാക്കുവാൻ ഈ ദേവസ്വം ബോർഡിന് കഴിയുന്നില്ലല്ലോ എന്ന് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. അല്ല സാറേ, ഞാൻ അവിടെ പോയപ്പോഴും ശബരിമല പോയപ്പോഴും ഞാൻ അത് ആവർത്തിച്ച് പറഞ്ഞത്, ശബരിമല ഞാൻ സേവന നിരതരായിട്ട് നിൽക്കുന്ന കണ്ടിട്ടുള്ളത് ദേവസ്വം ബോർഡ് ജീവനക്കാരല്ല, മറിച്ച് പോലീസ് ഓഫീസർമാരാണ്, പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. അവർ 18-ാം പടിയിൽ നടക്കുന്ന സേവനം. സാറി പറഞ്ഞ പോലെ സാർ അങ്ങയുടെ സുഹൃത്ത് ശാന്താറാം അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു. ശ്രീ ശാന്താറാം ഡ്യൂട്ടി ചോദിച്ച് വാങ്ങിച്ചു പോകുന്ന ആളാണെന്ന് പറഞ്ഞു. കൃത്യമായി എല്ലാ വർഷവും ശബരിമല പോയി ഡ്യൂട്ടി തൻ്റെ ഒരു കർത്തവ്യമായി, ഒരു കർമ്മമായി ചെയ്യുന്ന ഒരു ഓഫീസറെ എനിക്കറിയാം. ഒരുപാട് ഓഫീസർമാരെ എനിക്കറിയാം. അതിൽ കൊല്ലം ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസായിട്ടിരുന്ന ഒരു ചിത്രസേനുണ്ട്. അദ്ദേഹം കൃത്യമായിട്ട് അത് തിരുമുറ്റത്ത് ജോലി ചെയ്യാൻ കിട്ടുകയാണെങ്കിൽ ആ തിരുമുറ്റത്ത് തന്നെ നിന്ന് ജോലി ചെയ്യും. കൃത്യമായി ജോലി ചെയ്യുന്നൊരു ഓഫീസറാണ്. ഞാൻ അദ്ദേഹം അവിടെ ഡ്യൂട്ടിയിലുള്ള സമയത്ത് നമ്മളവിടെ പോയിട്ടുണ്ട്. നമ്മളവിടെ ചെന്നാൽ നമ്മളെ ശ്രദ്ധിക്കാൻ പോലും സമയമില്ലാതെ കാര്യമായിട്ട് നമ്മളെ പരിഗണിക്കും. പക്ഷേ എങ്കിലും ആ ഡ്യൂട്ടിയിൽ വീഴ്ച വരുത്താതെ ചെയ്യുന്ന ആളുകളാണ്. അങ്ങനെ ഈ ശബരിമല ക്ഷേത്രം എന്ന് പറയുമ്പോൾ എനിക്ക് അവിടെ ഓർമ്മ വരുന്ന, ആദരവോടെ ഞാൻ ഓർക്കുന്നത് മറ്റാരെയല്ല, അവിടെ നിൽക്കുന്ന പോലീസ് ഓഫീസർമാരെ. അവരെ നമ്മൾ ആദരവോടെ കാണാതിരിക്കാൻ സാധിക്കില്ല. എന്ന് മാത്രമല്ല, ഈ ശബരിമലയിൽ ഇത്രയൊക്കെ ഭംഗിയായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ അപകടങ്ങൾ സംഭവിക്കാത്തത് നമ്മുടെ പോലീസുകാരുടെ കർമ്മനിരത അവരുടെ ആ കർത്തവ്യ നിർവഹണത്തിൽ അവർ കാണിക്കുന്ന ജാഗ്രത കൊണ്ടാണെന്നുള്ളത് ഈ സന്ദർഭത്തിൽ അനുസ്മരിപ്പിക്കേണ്ട ഒരു ബാധ്യത എനിക്കുമുണ്ട്. അപ്പോൾ ശബരിമല പോയി സേവനം അനുഷ്ഠിക്കുന്ന പോലീസ് അയ്യപ്പന്മാർക്ക്, അങ്ങനല്ലേ, അവർക്ക് എല്ലാ അഭിവാദ്യങ്ങളും ആദരവും അർപ്പിക്കാൻ കൂടി ഈ ഒരു സന്ദർഭം നമുക്ക് വിനിയോഗിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.